നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോക്കോളി കൊണ്ടുള്ള ഒരു തോരനാണ്. ആദ്യം നമ്മൾ ബ്രോക്കോളി തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് 2 കോഴിമുട്ട, ഒരു കഷ്ണം സവാള, ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി, കറിവേപ്പില. ബ്രോക്കോളി പിന്നെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ഇനി നമ്മൾ ആദ്യം പാൻ ചൂടാക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ബ്രോക്കോളി നല്ല 10 മിനിറ്റ് അടച്ച് വെച്ച് നല്ല വെക്കണം. എന്നിട്ട് അത് വെള്ളം വാർത്തെടുത്തിട്ട് പൊടിയാക്കി അരിഞ്ഞ് വയ്ക്കുക. കാരണം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർക്കണം കേട്ടോ. ഇത് നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ട് ഇനി അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരണം. ഇത് നമുക്ക് ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയായിട്ട് കൂട്ടാം. കടുക് ഇതാ പൊട്ടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ഉണക്കമുളക് മുറിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കും. അതൊന്ന് ഇളക്കി കൊടുക്കും. തീ നന്നായിട്ട് കുറച്ച് വെക്കണേ. വെളുത്തുള്ളി നന്നായി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു സവാള പകുതി പൊടിയായിട്ടായിരുന്നു കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് നല്ല പൊടിയാക്കി അരിഞ്ഞ് ചേർത്ത് എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിയിലൊന്ന് വഴറ്റും. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ബ്രോക്കോളി നല്ല കഴുകി മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതിൽ തന്നെ ഉണ്ടാവും വെള്ളം. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കാം. കുറച്ച് മതി. ഇതൊന്നും കൂടെ ഇളക്കി വെക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ച ബ്രോക്കോളി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കും. നല്ല ഉള്ളിയായിട്ടൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
മിക്സ് ആയിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റ്, വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. നമുക്ക് അതിന് ശേഷം തുറന്നു 2 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടതിൽ വെള്ളം ഉണ്ട്. നമ്മൾ അരിഞ്ഞ് അതിലേക്ക് ചേർത്തിട്ടല്ലോ, ബ്രോക്കോളി അരിഞ്ഞ് ചേർത്തിട്ടില്ല, അതിലത്തെ വെള്ളം തന്നെ. അപ്പോൾ വെന്ത് തുടങ്ങിയിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് 2 മുട്ട ചേർക്കും. ഇത് നല്ല രീതിയിൽ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടെടുക്കുക. നമ്മൾ ചിക്കി എടുക്കുക. ചിക്കി മുട്ട ചിക്കി പൊരിക്കാറില്ല, അതുപോലെ ആക്കിയെടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചോറിനൊക്കെ കഴിക്കാം. അധികം അടച്ചു വെച്ച് വേവിക്കണം. നമ്മൾ ഇളക്കി തന്നെ വേവിച്ചെടുക്കുക. അത്ര പെട്ടെന്ന് ആവും. ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നുള്ളത്, പൊടിയാക്കി എടുക്കുക. നമുക്ക് മുട്ട ചേർത്ത് കട്ട പിടിക്കാതെ പൊടിയാക്കി എടുക്കുക. കാണുന്നതിനോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് കുറച്ച് ചില്ലി പേസ്റ്റ് ചേർക്കാം. അതിന് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ചേർക്കാം. ചില്ലി ഫ്ലേക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർത്ത് വെക്കാം. അപ്പോൾ ലാസ്റ്റിൽ അവസാനം നമ്മൾ ഇറക്കി വയ്ക്കുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് വെക്കാം. അതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബ്രോക്കോളി തോരൻ ഇവിടെ റെഡി ആയി. ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക, ഷെയറും ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.